Hi all, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ HTTP ക്ലയൻറ്റിലെ പാർട്ട് 4 ആണ്. അപ്പോൾ അതിനകത്ത് സെറ്റിംഗ് URL പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ പാരംസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാരംസ് പാസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ലാസ്റ്റ് എഴുതിയത് നമുക്ക് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം എഡിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് വൺ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം തന്നെ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് പാരംസ്? പാരംസ് URL പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത്രയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോഡി ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാരംസ് പാസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇട്ടേക്കുന്ന പാരംസ് ആസ്വദിച്ച് തന്നെ കോപ്പി ചെയ്യാം. ഇതൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല, എഴുതണം. 2-3 വിധത്തിൽ പാരംസ് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ സിമ്പിൾ മെത്തേഡ്സ് ആണ് പാരംസ്, കസ്റ്റം ഹെഡർ വാല്യൂ, എന്തെങ്കിലും ഒരു പാരംസ് കിടക്കട്ടെ. ഇതിനകത്ത് നമുക്ക് കസ്റ്റം ഹെഡർ എന്നുള്ളത് ഫിൽട്ടർ ആക്കാം. ഫിൽറ്ററിന്റെ വാല്യൂ എന്നുള്ളത് ഓൾ ആക്കാം. അതിനുശേഷം ലോക്കൽ ഹോസ്റ്റ് 4000 എടുത്തു, ടെസ്റ്റ് ഓൾ എടുത്തു, ദിസ് വൺ. അതിനുശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ഓൾ അടിക്കുകയാണ്. അവിടെ നമുക്ക് പോസ്റ്റിന്റെ ഇപ്പുറത്ത് ഫിൽറ്റർ ഈക്വൽ ടു ഓൾ എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ പാരാമീറ്റർ, സെറ്റിംഗ് പാരാമീറ്റർ URLs എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിവിടെ ടോപ്പിക് കുറച്ച് ഡെപ്തിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇവിടെ HTTP പാരംസ് വെച്ച് പാരംസ് എഴുതാം. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരംസ് equal to HTTP params dot set filter equal to all എന്ന് കൊടുക്കാം, dot set sort equal to ascending എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പാരംസ് പാസ് ചെയ്തെടുത്ത് ബോഡി പാരംസ് പാസ് ചെയ്ത ടോപ്പിക് എടുത്തിട്ട് അവിടെ പാരംസിന് പകരം ഞാൻ എന്താ പാസ് ചെയ്യുന്നത്, ഇങ്ങനെ പാസ് ചെയ്തു. HTTP പാരംസ് ഇവിടെ ന്യൂ HTTP പാരംസ്. ഇപ്പം ഇവിടെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് പാരംസിനെ നമ്മൾ പാരം കോളം പാരംസ് എന്ന് എഴുതുന്നതിന് പകരം പാരംസ് എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഞാനിപ്പം പാരംസ് 1 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ ഞാനിവിടെ എന്ത് എഴുതണം, പാരംസ് കോളം പാരംസ് 1 എന്ന് എഴുതണം. ഇത് ഒബ്ജക്റ്റ് നൊട്ടേഷന്റെ സിംപ്ലസ്റ്റ് ഫോം. അതായത് നമ്മൾ കീയും വാല്യൂവിന്റെയും പേര് ഒന്ന് തന്നെയാണെങ്കിൽ കീ എഴുതിയാൽ മതി എന്നുള്ള ഒബ്ജക്റ്റിന്റെ സിംപ്ലർ റൂൾ വെച്ചിട്ട് അങ്ങനെ എഴുതിയേക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം F12 എഴുതിയതിന് ശേഷം ടെസ്റ്റ് അടിച്ചു. അപ്പോൾ ടെസ്റ്റ് ഇസ് ഈക്വൽ ടു ഓൾ, സോർട്ട് ഈക്വൽ ടു അസിങ്ക്, അതവിടെ വന്നു. ഞാൻ പാരംസ് കോളൻ പാരംസ്, എനിക്ക് ചെറിയൊരു ഡൗട്ട്, ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനകത്ത് തെറ്റുണ്ടോ എന്ന്. സം ചെയ്ത് വെച്ചിരുന്ന അതാണ്. ഓക്കെ, നെറ്റ്വർക്കിനകത്ത് ഡസൻറ്റ് മാറ്റർ, അസിങ്ക് തന്നെയാണ് വന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾ 2 എന്ന് എഴുതാം, സോ ദാറ്റ് ലേറ്റസ്റ്റ് ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് അറിയണമല്ലോ. ടെസ്റ്റ് ഇട്ടു, നെറ്റ്വർക്കിൽ വന്നു, ഓൾ 2 ആണ് വരുന്നത്. അപ്പോൾ പാരംസ് കോളം പാരംസ് എന്ന് എഴുതുന്നതിന് പകരം പാരംസ് എന്ന് എഴുതാൻ പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് അങ്ങനെ വന്നപ്പം. പിന്നെ കസ്റ്റം പാരം എൻകോഡിംഗ് ഉണ്ട്. ബൈ ഡിഫോൾട്ട് ഈ HTTP ഇതൊക്കെ പാരംസ് എൻകോഡ് ചെയ്യുന്നത് HTTP URL എൻകോഡിംഗ് കോഡക് എന്ന് പറയുന്ന ഒരു കോഡക്കിലാണ്, ഒരു
എൻകോഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. പാരാമീറ്ററിനെയും കീയെയും അത് എൻകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നത് HTTP URL എൻകോഡിംഗ് കോഡെക് വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് കസ്റ്റം എൻകോഡിംഗ് എഴുതാൻ പറ്റും. അപ്പോൾ കസ്റ്റം എൻകോഡ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ കൊടുക്കാനും പിടിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് അതിനായി സർവീസിനകത്ത് നമുക്കൊരു ക്ലാസ് എഴുതാം. സർവീസിന് പുറത്ത് എഴുതിയാലും മതി. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ സർവീസിനകത്ത് ക്ലാസ് ഒന്നും എഴുതാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് വേറെ ഫോൾഡർ ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നതാണ്. കസ്റ്റം HTTP param encoder .ts class implements HTTP parent codec. Quick fix എടുക്കട്ടെ. ഇതിനകത്ത് എൻകോഡ് വാല്യൂ HTTP പാരാമീറ്റർ കോഡക്കിനകത്ത് നമുക്ക് എൻകോഡ് വാല്യൂ, ഡീകോഡ് വാല്യൂ, എൻകോഡ് കീ, ഡീകോഡ് കീ അങ്ങനെ 4 ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ത്രോ എല്ലാം നമ്മൾ അടിച്ചു കളയാണ്. അതിനുശേഷം എൻകോഡ് URL പാരാമീറ്റർ ഓഫ് UI U9 എന്ന് കൊടുത്തു. ഡീകോഡ് URL പാരാമീറ്റർ ഓഫ് return decode URL component of key. ഇത് രണ്ടും ജാവാസ്ക്രിപ്റ്റിലെ കുറച്ച് ഫങ്ഷൻസ് ആണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഫങ്ഷൻ വെച്ചിട്ടാണ് ഡീകോഡും എൻകോഡും ചെയ്യേണ്ടതെങ്കിൽ നമുക്കതും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത് ജാവാസ്ക്രിപ്റ്റിനെയാണ് ഡീകോഡിംഗ് URA എന്ന് പറയുന്നത്. എൻകോഡ് URA ഓഫ് കമ്പോണന്റ്. നമുക്ക് വേറെ ഏതെങ്കിലും ഹാഷിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ ഡിഫൈൻ ചെയ്തെഴുതാം. പക്ഷെ ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡീകോഡിംഗ് എൻകോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇത് എക്സ്പോർട്ട് ക്ലാസ് ആണല്ലോ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ തിരിച്ച് ഇമേജ് സർവീസിനകത്ത് വന്ന് ഇതിനകത്ത് എന്താ ഒരു കോഡക് ഓക്കെ ഒരു ബ്രേസസ് ഇല്ലായിരുന്നു. അതിനുശേഷം ഇമേജ് സർവീസിൽ വന്നിട്ട് നമ്മൾ ഇത്രയും നേരം വെച്ചാൽ ഈ HTTP പാരംസിൻ്റെ ഈ കോളംസും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ന്യൂ HTTP പാരംസ് ഞാനിവിടെ എഴുതിയതിനകത്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിനകത്ത് new encoder equal to custom HTTP encoder എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കമ്പൈലർ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത് HTTP param encoder codec ആണ്. ഇനി മുതൽ custom HTTP param encoder വേണം. HTTP URL encoder codecന് പകരം custom HTTP param encoder യൂസ് ചെയ്യണം എന്ന് നമ്മൾ കമ്പൈലറോട് പറഞ്ഞു കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ all 3 കൊടുത്തു. കാരണം നമുക്ക് latest data ആണ് encode ആണെന്ന് വരാൻ വേണ്ടിയിട്ട്. Go back here, click set all 3 set കൊടുത്തു. view decoded, view source. ഓക്കെ. നമുക്ക് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇതിനകത്ത് വരുന്നില്ല. എൻകോഡിങ് ഡീകോഡിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇതോടെ നമ്മുടെ സെറ്റിംഗ് URL പാരംസ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ഇൻറ്ററാക്റ്റിംഗ് വിത്ത് സെർവർ റെസ്പോൺസ് ആണ്. അത്യാവശ്യം വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ഡൗട്ട്സ്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റ് ചെയ്യുക. അതെനിക്ക് വളരെ വാല്യൂബിൾ ആണ്. അതുപോലെ ഇപ്പം ഈ ചാനൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഓൾ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.